ABC അലന ബിലു ക്രിയേഷൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എറണാകുളം ജില്ലയിലെ കൂവപ്പടി ബ്ലോക്ക് പഞ്ചായത്തിലെ വേങ്ങൂർ ഗ്രാമപഞ്ചായത്തിലേക്കാണ് ഇന്ന് നമ്മൾ പോകുന്നത്. പെരുമ്പാവൂരിൽ നിന്നും കുറുപ്പുംപടി, മനക്കപ്പടി, വേങ്ങൂർ, കൊമ്പനാട്, ക്രാരിയേലി, തെക്കേക്കവല എന്നീ സ്ഥലങ്ങളുടെ സന്ദർശിച്ച് പാണിയേലിപ്പോരിലേക്ക് എത്താം. വനംവകുപ്പിൻ്റെ കൗണ്ടറിൽ നിന്നും പാസ് മൂലമാണ് ഇവിടെ പ്രവേശനം അനുവദിച്ചിരിക്കുന്നത്. സമീപത്തായുള്ള വനംവകുപ്പ് ചെക്ക് പോസ്റ്റ് വരെയാണ് വാഹനങ്ങളുടെ പ്രവേശനം. പെരുമ്പാവൂരിൽ നിന്നും 20 കിലോമീറ്റർ അകലെ മലയാറ്റൂർ വനമേഖലയോട് ചേർന്ന് സ്ഥിതി ചെയ്യുന്ന ഈ സ്ഥലം സന്ദർശകരെ മയക്കുവാൻ പോകുന്നതാണ്. പെരിയാർ ഇവിടെ പാറക്കെട്ടുകൾ നിറഞ്ഞ ഭൂപ്രകൃതിയിലൂടെയാണ് ഒഴുകുന്നത്. പ്രകൃതിയുടെ മനോഹാരിതയെ സ്നേഹിക്കുന്നവർക്ക് തീർച്ചയായും ഇതൊരു വശീകരണ സ്ഥലം തന്നെയാണ്. പാറക്കൂട്ടങ്ങൾ കാരണം പെരിയാർ നദിയുടെ ഒഴുക്കിൽ പ്രകൃതിദത്തമായ തടസ്സം കാരണം മനോഹരമാക്കിയ ഇന്ത്യയിലെ കേരളത്തിലെ എറണാകുളം മേഖലയിലെ ഒരു വിനോദസഞ്ചാര കേന്ദ്രമാണ് പാണിയേലിപ്പോര്.
നിലവിൽ വിനോദസഞ്ചാരികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിനായി ടൂറിസം വകുപ്പ് മുന്നറിയിപ്പ് ബോർഡുകൾ സ്ഥാപിച്ചിട്ടുണ്ട്. വനസംരക്ഷണ സമിതിയുടെ ലോക്കൽ ഗാർഡുകളെ നിയമിച്ചിട്ടുണ്ട്. കേരള ടൂറിസം മാപ്പിൽ ഇതുവരെ പാണിയേലിപ്പോരിന് സ്ഥാനം നൽകിയിട്ടില്ല. എങ്കിലും നിരവധി ആളുകൾ സന്ദർശിക്കുന്ന ഈ സ്ഥലം അപകടം പിടിച്ചതാണ്. ജലം നിരന്തരം ഒഴുകുന്നതിനാൽ പാറക്കെട്ടുകളിൽ ശക്തമായ വഴുവഴുപ്പും പ്രദേശത്ത് വർദ്ധിച്ച അടിയൊഴുക്കുമാണ് അപകട സാധ്യത വർദ്ധിപ്പിക്കുന്നത്. വലിയ പാറകൾ തുരന്നതുപോലുള്ള ഗർത്തങ്ങൾ പുറമേ പലപ്പോഴും ദൃശ്യമാകില്ല. പാറക്കൂട്ടങ്ങൾക്ക് തൊട്ടു മുൻപ് വരെ ആഴം കുറഞ്ഞതും വീതിയുള്ളതുമായ നദി വലിയ പാറകളിലെ ചില ഇടുങ്ങിയ വിള്ളലുകളിലൂടെയാണ് ഒഴുകുന്നത്. വാക്കിൻ്റെ കൃത്യമായ അർത്ഥത്തിൽ ഒരു വെള്ളച്ചാട്ടം ലക്ഷ്യസ്ഥാനത്തില്ലെങ്കിലും വെള്ളവും പാറയും ചേർന്നുള്ള ഈ പ്രദേശം അതിമനോഹരമാണ്. ലോകമെമ്പാടുമുള്ള സന്ദർശകരെ ഈ കേന്ദ്രം ആകർഷിക്കുന്നു. എന്നിരുന്നാലും അടിയൊഴുക്ക് മൂലം നിരവധി അപകടങ്ങളും മരണങ്ങളും ഈ പ്രദേശത്ത് സംഭവിച്ചിട്ടുള്ളതിനാൽ ഈ സ്ഥലം സന്ദർശിക്കുന്നവർ അതീവ ജാഗ്രത പാലിക്കണം. കേരളത്തിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് പെരിയാർ. ഒരിക്കലും വറ്റാത്ത ഈ നദിയെ കേരളത്തിലെ ജീവരേഖ എന്ന അപരനാമത്തിൽ അറിയപ്പെടുന്നു. കേരളത്തിലെ 44 നദികളിൽ ഏറ്റവും കൂടുതൽ ഉപയോഗത്തിലുള്ളതും ഈ നദിയാണ്. വലിയൊരു ജനവിഭാഗത്തിൻ്റെ ഗാർഹികം, വൈദ്യുതി, വിനോദസഞ്ചാരം, മത്സ്യബന്ധനം, തീർത്ഥാടനം, ഉൾനാടൻ ഗതാഗതം, മണൽ ഖനനം, കുടിവെള്ളം, വ്യവസായങ്ങൾ തുടങ്ങിയ ആവശ്യങ്ങൾക്ക് 244 കിലോമീറ്റർ നീളമുള്ള ഈ പെരിയാർ നദി ഉപയോഗപ്പെടുന്നു. പെരിയാറിൻ്റെ ജലവൈദ്യുത പദ്ധതികളിൽ നിന്നാണ് നല്ലൊരു പങ്ക് വൈദ്യുതി ഊർജ്ജം കേരളം ഉൽപ്പാദിപ്പിക്കുന്നത്. 5 ജില്ലകളിലൂടെയും 3 മുനിസിപ്പാലിറ്റിയിലൂടെയും 1 കോർപ്പറേഷനിലൂടെ ഒഴുകുന്ന ഈ നദി 50 ലക്ഷത്തോളം ജനങ്ങൾ ആശ്രയിക്കുന്നു. കേരള തമിഴ്നാട് അതിർത്തി പ്രദേശത്തിലെ ശിവഗിരി ഭാഗത്തുള്ള 7 മലകളിൽ നിന്നുള്ള ജലമാണ് പെരിയാറിൻ്റെ ഉത്ഭവത്തിന് കാരണമാകുന്നത്. ഉത്ഭവ സ്ഥാനത്ത് നിന്നും 50 കിലോമീറ്റർ ദൂരത്തിലായി ആദ്യമായി 1895-ൽ ബ്രിട്ടീഷുകാർ കെട്ടിയ അണയാണ് മുല്ലപ്പെരിയാർ. ഈ ജലസംഭരണിയോട് ചേർന്നാണ് തേക്കടിയിലെ പെരിയാർ വന്യജീവി സങ്കേതം. പെരിയാർ നദിയിലെ പ്രയാണം തടയുന്നത് ഇടുക്കി ജലവൈദ്യുത പദ്ധതിയാണ്. പെരിയാറിൻ്റെ രണ്ടാമത്തെ ഉത്ഭവസ്ഥാനം മൂന്നാർ പൊന്മുടി ഭാഗത്തു നിന്നാണ്. മൂന്നാം ഉത്ഭവസ്ഥാനം ദേവികുളം താലൂക്കിലെ ആനമലയിൽ നിന്നുമാണ്. പാണിയേലിപ്പോരിൻ്റെ ഒരു ആകർഷണമാണ് ഇവിടെയുള്ള കല്ലാടിക്കുഴികൾ. ശക്തമായ ഒഴുക്കിൽ പാറയുടെ മുകളിൽ പെട്ടുപോകുന്ന വലിയ കല്ലുകൾ തിരിഞ്ഞ് കുഴി രൂപപ്പെടുകയും പിന്നീട് അതിനകത്ത് പെട്ടുപോകുന്ന കല്ലുകൾ അതിനകത്ത് കിടന്നാടി കുഴി വലുതാകുകയും ചെയ്യുന്നു. നവംബർ പകുതി മുതൽ മെയ് അവസാനം വരെയാണ് സന്ദർശിക്കാൻ ഏറ്റവും അനുയോജ്യമായ സമയം. കാരണം ഈ സമയത്ത് ജലനിരപ്പ് താരതമ്യേന കുറവായിരിക്കും. അതിനാൽ പാറകളും ചുഴികളും തുറന്നു കാട്ടുന്നു. ഇടതൂർന്ന മരങ്ങളാൽ ചുറ്റപ്പെട്ട നദിയുടെ തീരത്ത് വിശ്രമിക്കുന്നത് വേറിട്ട അനുഭവമാണ്.
പക്ഷികളുടെ മധുരവും ശ്രുതിമധുരമായ ശബ്ദം, ജലതിരമാലകളുടെ തിരക്കേറിയ ശബ്ദം നിങ്ങളുടെ ഹൃദയത്തെയും മനസ്സിനെയും ശരീരത്തെയും പ്രസന്നമാക്കുന്നു. വടക്ക് മലയാറ്റൂരിനും തെക്ക് പാണിയിലിനും ഇടയിലൂടെ ഒഴുകുന്ന പെരിയാർ നദി സന്ദർശകർക്ക് വിശാലമായ കാഴ്ച നൽകുന്നു. മലയാറ്റൂരിലെ സെൻറ് തോമസ് മൗണ്ടിൻ്റെ മലയോര പ്രദേശം, കോടനാടിൻ്റെ പ്രസിദ്ധമായ ആന വളർത്തൽ കേന്ദ്രം, കാപ്പിരിക്കാട് മൃഗശാല എന്നിവ പാണിയേലിപ്പോരിന് സമീപമുള്ള ജനപ്രിയ സ്ഥലങ്ങളാണ്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യുവാനും മറ്റുള്ളവരിലേക്ക് എത്തുവാൻ ഷെയർ ചെയ്യുവാനും അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുവാനും മറക്കരുതേ. അടുത്ത വീഡിയോയുമായി വീണ്ടും കാണാം. അതുവരെ നന്ദി, നമസ്കാരം.